വെൽക്കം ഗായ്സ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവാൻ ആഷാനും കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമറിനെ പറ്റിയിട്ടാണ്. ഈ റൂമർ സത്യത്തിലുള്ളതാണോ എന്നൊക്കെ നോക്കുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള ലക്ഷ്യം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചാനലൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം. അത് എത്ര പറയുള്ളൂ. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അതായത് ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമർ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മളെ ഗോൾ കിക്ക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു പോസ്റ്റിനെ പറ്റിയിട്ടാണ്. ആ പോസ്റ്റും അതിനെ പറ്റിയിട്ട് അതിൻ്റെ ടൈറ്റിലുകൾ ആണ്. അതിലൊരു ദോഹയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ആ ദോഹയിൽ വെച്ച് ഇവാൻ കുറച്ച് കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു കരിയറിൽ. പക്ഷേ ഇപ്പം ഇവാന് കരിയറിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഗോൾ കിക്ക് എന്ന് പറഞ്ഞത്. അത് ബ്ലാസ്റ്റേഴ്സിലൂടെ ആണോ എന്നുള്ളതാണ് പുതിയൊരു റൂമർ. ബ്ലാസ്റ്റേഴ്സിലൂടെയാണോ വരുന്നതെന്ന് ചിലരൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരാൻ. ഞാനൊരു 48% തിരികെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താ വെച്ചാൽ നമ്മളാണെങ്കിൽ പുള്ളീനെ പറഞ്ഞു വിട്ടത് ഒരു വലിയൊരു പേ ചെയ്യിപ്പിച്ചിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവാൻ ആഷാൻ വന്നു കഴിഞ്ഞാൽ പൊളിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിലോസഫി നന്നാക്കി അറിയാൻ പറ്റുന്ന ഒരു കോച്ചാണ് നിലവിൽ ഇവാൻ ആഷാൻ എന്ന് പറയുന്നത്. ഇവാൻ ആഷാന് മാത്രമേ അത് അറിയുള്ളൂ എന്നാണ് പറയേണ്ടി വരും. പിന്നെ നമ്മൾ ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് കോച്ചൊക്കെ നോക്കുകയാണെങ്കിൽ, പിന്നെ ഇന്ത്യയിലുള്ള കോച്ചുകൾ നോക്കുകയാണെങ്കിൽ ലൊബേറ നല്ല ഓവർ പെയ്ഡായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇവാൻ ആഷാനൊന്നും അത്ര പെയ്ഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു അൽവാരോ വാസ്കസ് അത് ചെയ്തു കൊടുത്ത ഏത് കോച്ച് സക്സസ് ആവും. മിക്കായൽ ഷെഹർക്ക് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിക്കായൽ ഷെഹർ സക്സസ് ആയേനെ. പക്ഷേ എനിക്കൊന്നും മിക്കായൽ ഷെഹർക്കൊക്കെ ഓവർ ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെ വേണ്ടി വരും എന്നാണ് ആ ഒരു ഇതിന് ആവശ്യപ്പെട്ട. പക്ഷേ ഇവാൻ ആഷാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ടീമിൻ്റെ ഫിലോസഫിക്ക് വേണ്ടി വന്ന തൻ്റെ ടാക്ടിക്സ് പോലും മാറ്റാൻ തയ്യാറായിട്ടുള്ള ഒരു കോച്ചായിരുന്നു. നമ്മൾ വെറുതെ ആളെ പറഞ്ഞു വിട്ടെന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം എനിക്കൊന്ന് ഒരു വർഷം കൂടി ചാൻസ് കൊടുക്കാമായിരുന്നില്ല എന്നാണ്. കാരണം നിലവിൽ ഈ നോഹ സദോയി പോലുള്ള നല്ല പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ഒരു മാൻ കോച്ച് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ടീമായിട്ട് അത്രത്തോളം അഡാപ്റ്ററായിട്ടുള്ളൊരു കോച്ച് ഇവാൻ ആഷാൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ലൊബേറ വന്നു കഴിഞ്ഞാൽ ലൊബേറക്ക് വേണ്ട പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മാനേജ്മെൻറ്റ് ലൊബേറ തർക്കത്തിലാവും. പക്ഷേ ഇവാൻ്റെ കാര്യത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. ഇവാന് മാനേജ്മെൻറ്റിന് സപ്പോർട്ടായിട്ടാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. പക്ഷേ മാനേജ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ ബാക്കിൽ നിന്ന് കുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ പറയുന്ന ദോഹയിലൊക്കെ വെച്ച് നടന്ന ഒരു ചർച്ചേനെ പറ്റി സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നില്ല ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ളതാണെന്ന്. ഒരു മലയാളി ലെവലിലുള്ള ഒരു മലയാളികളുമായിട്ടാണ് ചർച്ച നടന്നതെന്നാണ് ആ ഒരു ഗോൾ കിക്ക് എന്ന് പറയുന്നത് ദോഹയിൽ വെച്ച്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ദോഹയിലൊക്കെ ഒരുപാട് മഞ്ഞപ്പടയുടെ ഒരു ചെറുകിട ടൂർണമെൻറ്റുകളൊക്കെ നടത്താറുണ്ടല്ലോ. അപ്പം അതിലുള്ള ഏതെങ്കിലും ചെറിയ ക്ലബിനെ പരിശീലിപ്പിക്കാനായിരിക്കാം എൻ്റെ ഒരു ഇത്. അങ്ങനെ വല്ലതായിരിക്കും. എന്തായാലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്തെങ്കിലും ഒരു സീസൺ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് അത് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വരുന്ന സീസൺ തന്നെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം പുള്ളിക്ക് മാത്രമേ ഈ ടീമിൻ്റെ ഫിലോസഫി അറിയുള്ളൂ. ഇവിടുത്തെ ഓരോ യങ്സ്റ്റേഴ്സിനെ പറ്റി നന്നാക്കി അറിയുന്ന ഒരു കോച്ചാണ്. സോ ഈ ടീമിനെയും ഈ ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മനസ്സിനെയും അറിയുന്ന കോച്ചായതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രോഫി പ്രതീക്ഷിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇവാൻ ആഷാൻ തന്നെ വരണം എന്നാണ് ഇൻ മൈ ഒപ്പീനിയൻ. കാരണം ഇതല്ലാതെ ഇനിയിപ്പം പെപ് ഗാർഡിയോള വന്നാൽ കൂടി ഈ ടീമിൻ്റെ ഫിലോസഫി അറിയാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും ഇവിടെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, പെപ് ഗാർഡിയോള വന്നാൽ കൂടി ഇനിയിപ്പം ഇവിടെയുള്ള ഫിലോസഫി അറിയാത്തതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇവാൻ ആഷാൻ ഫ്ലോപ്പ് ആവില്ല. ഞാൻ പറയുന്ന വാക്കാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അത്ര